ജോസഫൻ സാർ, നമ്മുടെ ഇടത് സർക്കാർ CPM, CPIക്ക് PM ശ്രീ മരവിപ്പിക്കും എന്ന് ഉറപ്പ് കൊടുത്തിട്ട് ഇന്നേക്ക് ഒരാഴ്ച തികയുകയാണ്. ഇതുവരെ പിന്മാറൽ കത്ത് കേന്ദ്രത്തിന് കിട്ടിയിട്ടില്ല എന്നാണ് വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, ഇതിന്റെയൊക്കെ ഇടയിൽ SSK ഫണ്ട് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യ ഗഡു കിട്ടിയത് സുപ്രീം കോടതിയുടെ നിലപാട് കാരണമാണ് എന്നൊക്കെയുള്ള ഒരു അവകാശവാദവും കേരളം ഉന്നയിക്കുന്നുണ്ട്. PM ശ്രീയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. വേണോ വേണ്ടയോ എന്ന അർദ്ധശങ്കയ്ക്കിടയിൽ നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ എന്ന് വേണം കരുതാൻ. CPIക്ക് നൽകിയ ഉറപ്പ് പാലിക്കാൻ CPMന് സാധിക്കുന്നു. ഇവിടെ CPIക്ക് ഒരു ഉറപ്പൊന്നും കൊടുത്തിട്ടില്ല. CPIക്ക് ഉറപ്പിന്റെ ആവശ്യവും. ഇവർ രണ്ടുപേരും ചേർന്ന് കേരളത്തെ പറ്റിക്കുകയാണ്, മലയാളികളെ മണ്ടന്മാരാക്കുക. അതായത് കേന്ദ്രത്തിന്റെ ഏത് പദ്ധതി വരുമ്പോഴും കേരളം ആദ്യം പറയും ഞങ്ങൾ ഇതിനെ ശക്തമായിട്ട് എതിർക്കും, ഞങ്ങൾ ഇത് സമ്മതിക്കില്ല, കേരളത്തിൽ നടപ്പാക്കാൻ സമ്മതിക്കില്ല. ഇപ്പൊ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കണ്ടു. ഇപ്പോ CAA കാര്യം വന്നപ്പോ പറഞ്ഞു ഞങ്ങൾ കേരളത്തിൽ അത് നടപ്പാക്കില്ല. CAA വേണ്ടി ആയിട്ട് ജയില് പെടുന്നത് കേരള സംസ്ഥാനത്ത് കൊല്ലം ജില്ലയിലാണ്. ആദ്യമായിട്ട് ആളെ പിടിച്ച് ജയിലിലിട്ടതും കൊല്ലം ജില്ലയിൽ തന്നെയാണ്. അപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് എന്താണ്? CAA നടപ്പാക്കാൻ ഞങ്ങൾ കേരളത്തിൽ സമ്മതിക്കില്ല എന്നാണ്. CAA നടപ്പാക്കി കഴിഞ്ഞു കേരളത്തിൽ. ആ നടപ്പാക്കി കഴിഞ്ഞ കേരളത്തിൽ നിന്നുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞത് CAA കേരളത്തിൽ നടപ്പാക്കുകയില്ല. അതുപോലെ തന്നെ നമ്മുടെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന രീതിയിൽ സർക്കാർ ആശുപത്രികളുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് സ്വീകരിച്ചു. അപ്പോഴും കേരളം പറഞ്ഞു ഞങ്ങൾ സമ്മതിക്കില്ല. ആരോഗ്യ മന്ദിർ എന്നതിലെ മന്ദിർ ഹിന്ദു വർഗീയ സവർണ ഫാസിസ്റ്റ് ഏർപ്പാടാണ്. അത് എഴുതി വെച്ചിട്ട് ഒരു ചില്ലി കാശ് പോലും കേരളത്തിന് ആവശ്യമില്ല. കേരളത്തെ മാനം കെടുത്താൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല. ഇത് മതേതര സമൂഹമാണ്. എന്തൊരു വാചാടോപമായിരുന്നു മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി. അവസാനം 2.5 കൊല്ലം കഴിഞ്ഞു. 2860 കോടി രൂപ നഷ്ടം വന്നു. ശമ്പളം കൊടുക്കാൻ പോലും സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാർക്ക്, തൂപ്പുകാർക്ക് പോലും ശമ്പളം കൊടുക്കാൻ കാശില്ലാതെ വന്ന് ഗതി കെട്ട് കഴിഞ്ഞപ്പോ ലേലുവല്ലു എന്നും പറഞ്ഞ് ഡൽഹിക്ക് പോയി. എന്നിട്ട് ഇവിടെ വന്ന് എല്ലാ ആശുപത്രിയുടെയും മുമ്പില് ഹിന്ദിയില്, ഇംഗ്ലീഷില്, മലയാളത്തില് നല്ല ഗംഭീരമായിട്ട് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എഴുതി വെച്ചു. എന്നിട്ട് നാണം കെട്ട് തിരിച്ചു എന്ന് ചോദിക്കുക പഴയ കാശ് തരാമോ എന്ന്. അപ്പൊ കേന്ദ്രം പറഞ്ഞു നടക്കില്ല, ലാപ്സ് ആയത് ലാപ്സായി, ഇനി മുതലുള്ളത് തരാം എന്ന് പറഞ്ഞു. സ്വാശ്രയ കോളേജുകൾക്കെതിരെ ഇവിടെ വലിയ സമരം നടത്തി 5 രക്തസാക്ഷികളെ ഉണ്ടാക്കി, കൂത്തുപറമ്പ് രക്തസാക്ഷികൾ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര കാലഘട്ടം ഇവിടെ കിടന്ന് ആഘോഷിച്ചു, അർമാദിച്ചു. എന്നിട്ട് അവസാനവും സ്വാശ്രയ കോളേജ് ഇതേ ഗവൺമെന്റ് തന്നെയല്ലേ അനുവദിച്ചത്? വിദേശ സർവകലാശാല കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് TP ശ്രീനിവാസനെ അടിച്ച് താഴെ ഇട്ടതാരാ? SFIക്കാരല്ലേ? എന്നിട്ട് അതേ TP ശ്രീനിവാസൻ ജീവിച്ചിരിക്കുന്ന ഈ കേരളത്തില് വിദേശ സർവകലാശാലകളെ സ്വാഗതം ചെയ്തുകൊണ്ട് വാതിൽ തിട്ട് തുറന്നു കൊടുത്തതാരാ? ഇതേ പിണറായി വിജയൻ തന്നെയല്ലേ? അങ്ങനെ എന്തിനെയൊക്കെ എതിർക്കും, എന്തിനെയൊക്കെ തകർക്കും എന്നിവർ പറഞ്ഞാലും പിൻവാതിലിൽ കൂടി അതെല്ലാം നടപ്പാക്കുകയും ചെയ്യും. ഇപ്പൊ എന്താ വന്നിരിക്കുന്നത്? ന്യൂ എഡ്യൂക്കേഷണൽ പോളിസി വന്നു. എഡ്യൂക്കേഷണൽ പോളിസി വന്ന സമയത്തും എന്താ പറഞ്ഞത്? ഞങ്ങൾ ഇതിവിടെ സമ്മതിക്കില്ല, നമ്മളിവിടെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഇവിടെ ഭയങ്കര പ്രക്ഷോഭം കൂട്ടിയിട്ട് അവസാനം കേന്ദ്രത്തിന് മുമ്പിൽ പോയി പഞ്ചമുച്ച വടക്കി മുട്ടുകാലിൽ നിന്നിട്ട് ഉള്ള കാശ് തന്നേരെ, ഞങ്ങൾക്ക് പട്ടിണിയാണ് എന്ന് പറയുമ്പോ CPIയെ പറ്റിക്കല്ലേ, ജനങ്ങളെ പറ്റിക്കല്ലേ. പക്ഷെ CPMനും ഇതറിയാം, ഇതൊരു ചക്കളത്തി പോരാട്ടമാണ്, അറിഞ്ഞുകൊണ്ടുള്ള നാടകമാണ്. അവരനുവർത്തിക്കുന്ന എല്ലാ പദ്ധതികളും, അതായത് ഇടതുപക്ഷ മുന്നണി എന്ന് അനുവർത്തിക്കുന്ന എല്ലാ പദ്ധതികളും ഇതുപോലെയുള്ള കപട വേഷം കെട്ടലാണ്. എന്നിട്ട് അറിയാതെ ചിലപ്പോൾ പറഞ്ഞു പോകും അതിനെന്താ കുഴപ്പം എന്നും. സത്യത്തിൽ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന മാധ്യമങ്ങളുടെ പിൻബലത്തോടു കൂടി നടത്തുന്ന ഒരു നാടകം മാത്രമാണിത്. കേന്ദ്രം എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ആദ്യം ചാടി എതിർക്കും, അതിനെതിരെ പ്രസ്താവന ഇറക്കും, സമരം നടത്തും, കേന്ദ്രത്തിലോട്ട് കത്തെഴുതെന്ന് ഇവിടെ പറയും, കത്തവിടെ കിട്ടുകയില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു നാടകം കൊണ്ട് നാട്ടുകാരെ പറ്റിക്കുന്ന ഈ പരിപാടിക്കാണ് LDF എന്ന് പറയുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ജനങ്ങൾക്ക് ഇത് ഗംഭീരമായിട്ട് മനസ്സിലായിട്ടുണ്ട്. പിന്നെ CPIയെ കരുവാക്കുകയാണ്. CPIയെ കരുവാക്കിക്കൊണ്ടാണ് ഈ പരിപാടി ഇവിടെ നടത്തുന്നത്. അപ്പോ CPIയും CPM തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമാണെന്ന് വരുത്തും. ഇതൊക്കെ എന്തിനാണ്? ഇതൊക്കെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ചെന്ന് കുരുങ്ങി കൈയും തലയും ഊരിയെടുക്കാൻ മേലാതെ വരുന്ന അവസരത്തിൽ ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള തട്ടിപ്പ് തന്ത്രമാണ്. ഗുരുവായൂരിലെ സ്വർണം മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും ഊരാക്കുടുക്ക് മുറുകി വരുമ്പോൾ നാണം കെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രിസഭ ജനശ്രദ്ധ തിരിച്ചുവിടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ ഈ പറഞ്ഞ പ്രശ്നമൊന്നും ഇവരെ സംബന്ധിച്ച് ഒട്ടുമേ ഇല്ല.
അപ്പൊ CPM-ഉം CPI-യും കൂടി ചേർന്ന് ഒരു കപട നാടകം കളിക്കുകയാണ്. ശബരിമല വിഷയത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്. അതാണ് ഇവരുടെ മുഖ്യമായിട്ടുള്ള അജണ്ട. ജയസൂര്യൻ സാർ, അങ്ങനെയാണെങ്കിൽ നിരന്തരം ഇത്തരം പദ്ധതികളോട് സർക്കാർ മുഖം തിരിക്കുമ്പോൾ കേരളത്തിനുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണ്? വളരെ ഗൗരവമുള്ള ഒരു ചോദ്യമാണ് നീതു ഇപ്പൊ ചോദിച്ചിരിക്കുന്നത്. ഇത് കേരളത്തിലെ പൊതുസമൂഹം ചോദിക്കേണ്ട ചോദ്യമാണ്. കേന്ദ്ര ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് എന്ന് പറയുന്നത് രണ്ടല്ല എന്നുള്ളതാണ് ജനങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. നമ്മുടെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു ഭാഗം മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു ഭാഗമാണ് ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഭാഗം തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റ്. അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് കിട്ടുന്ന അലോട്ട്മെന്റുകൾ കേന്ദ്രത്തിൽ നിന്നാണ് കൂടുതലായിട്ടും വരേണ്ടത്. കേരളത്തെ പോലെയുള്ള ഒരു ഉപഭോക്തൃ സംസ്ഥാനത്തിന് 6 ലക്ഷം കോടിയിൽ പരം കടമുണ്ട് എന്ന് തുറന്നു പറയുന്ന ഒരു സംസ്ഥാനത്തിന് ചില്ലിക്കാശെങ്കിലും കിട്ടണമെങ്കിൽ അത് കേന്ദ്രത്തിൽ നിന്നല്ലാതെ കിട്ടാനില്ല. അങ്ങനെ കിട്ടാനും അത് കൊടുക്കാനും കേന്ദ്രം തയ്യാറുമാണ്. പക്ഷെ അതിന് ചില നിയമങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ GST പിരിക്കുന്നു. 50% സംസ്ഥാനത്തിന്, 50% കേന്ദ്രത്തിന്. സ്റ്റേറ്റ് ഇതുപോലെ തന്നെ സെൻട്രൽ GST ആയിട്ട് കേന്ദ്രത്തിന് കിട്ടുന്ന പണത്തിന്റെ നിശ്ചിത ശതമാനം സംസ്ഥാനത്തിനും അവകാശപ്പെട്ടതാണ്, കേരളത്തിനും അവകാശപ്പെട്ടതാണ്. ഇവിടെ ഇടതുപക്ഷക്കാർ പറയാറുണ്ടല്ലോ, ഇത് ഞങ്ങളുടെ അവകാശമാണ്, ഔദാര്യമല്ല. ആര് പറഞ്ഞു ഔദാര്യാന്ന്? ഔദാര്യമല്ല, അവകാശമാണ്. പക്ഷെ ഈ അവകാശം മേടിച്ചെടുക്കണമെങ്കിൽ അതിന് ചില നിയമങ്ങളുണ്ട്, അതിന് ചില കണക്കുകൾ, അക്കൗണ്ടബിലിറ്റിയും ഉണ്ട്. ഈ അക്കൗണ്ടബിലിറ്റി ഇല്ലാതെ, നിയമങ്ങൾ പാലിക്കാതെ ഞങ്ങൾ ചോദിക്കുമ്പോൾ ചോദിക്കുന്ന പണം തന്നേരെ എന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല. ഇപ്പോ ഞാൻ ചോദിക്കട്ടെ, ഒരു വീട്ടില് ഭാര്യ ഭർത്താവിനോട് പൈസ ചോദിക്കുമ്പോൾ പോലും ഭർത്താവ് ചോദിക്കുക എന്തിനാ, എത്രയാ വേണ്ടേ? മക്കൾ അച്ഛനോട് പൈസ ചോദിക്കുമ്പോൾ ഇങ്ങനെ തന്നെ ചോദിക്കുന്നത് എന്തിനാ, എത്രയാ വേണ്ടേ? ഇത്രയെങ്കിലും ചോദിക്കണമല്ലോ. ഇതല്ലേ കേന്ദ്രം ചോദിക്കുന്നുള്ളൂ. അങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ചോദിക്കരുത്, അത് ഞങ്ങളുടെ അധികാരത്തിൽ കൈകടത്തലാണ്, ഞങ്ങൾ ആവശ്യമുള്ളപ്പോഴൊക്കെ പൈസ ചോദിക്കും, ചോദിക്കുന്നത് ഞാൻ തന്നാ മതി എന്നുള്ള നിലപാട് ഒരിക്കലും ഒരു കേന്ദ്ര ഗവൺമെന്റിനും ഒരു സംസ്ഥാനത്തോടും അനുവർത്തിക്കാൻ പറ്റില്ല. അത് BJP ഭരിക്കുന്ന സംസ്ഥാനമാണെങ്കിലും CPM ഭരിക്കുന്ന സംസ്ഥാനമാണെങ്കിലും. അതുകൊണ്ട് കേന്ദ്രവുമായിട്ടുള്ള നിയമപരമായ ഇടപാടുകൾ മുടങ്ങും. അങ്ങനെ മുടങ്ങിയാൽ എന്ത് സംഭവിക്കും? അങ്ങനെ മുടങ്ങുമ്പോൾ കേരളത്തിൽ പണം കിട്ടാതെയാകും. വിദ്യാഭ്യാസ മേഖല, ഭക്ഷ്യമേഖല, ആരോഗ്യ മേഖല, സകല മേഖലയും സ്തംഭിക്കും. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം മുടങ്ങും. ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളുണ്ടല്ലോ, ക്ഷേമ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ, ഈ ആനുകൂല്യങ്ങൾ മുടങ്ങും. എന്നിട്ട് അപ്പോ കേന്ദ്രത്തിനെതിരെ സമരത്തിന് പോയിട്ട് ഒരു കാര്യവുമില്ല. കേന്ദ്രത്തിന്റെ ഈ നിയമങ്ങൾ ജനങ്ങൾക്ക് ഇപ്പൊ അറിയാം. അതായത് അക്കൗണ്ടബിലിറ്റിയോടുകൂടി ഇന്ത്യ രാജ്യത്തെ നിലനിൽപ്പനുസരിച്ചുകൊണ്ട് കൃത്യമായി മേടിച്ച പൈസയുടെ കണക്ക് അങ്ങോട്ട് കൊടുത്തില്ല എങ്കിൽ, കേന്ദ്രം പറയുന്ന പദ്ധതി നടപ്പാക്കിയില്ല എങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് ചില്ലി കാശ് കിട്ടില്ല. ഇത് ജനങ്ങൾക്ക് മനസ്സിലാവും. ആ സമയത്ത് ഇടതുപക്ഷത്തിന്റെ കള്ളത്തരം പൊളിയുകയും ചെയ്യും. ഇതായിരിക്കും കേരളം അനുഭവിക്കാൻ പോകുന്ന ഭവിഷ്യത്ത്. യെസ്, ഈ രീതിയിൽ CPI-യും CPM-ഉം ചേർന്ന് കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഒരു പിന്മാറൽ കത്ത് കേന്ദ്രത്തിന് നൽകും എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ ഇതുവരെ ഒരു പിന്മാറൽ കത്ത് കേന്ദ്രത്തിന് ലഭിച്ചിട്ടില്ല. അത് മാത്രമല്ല, നിരന്തരമായി ഇത്തരത്തിൽ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് PM ശ്രീയുടെ കാര്യത്തിൽ CPI നിലപാടിനൊപ്പം CPM ചേരും എന്നാണ്. അത്തരത്തിലൊരു നിലപാടിൽ ഇവർ ഏത് രീതിയിൽ ചേരും എന്നുള്ള കാര്യവും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ CPI ഉറച്ച നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് PM ശ്രീക്ക് കേരളത്തിൽ വലിയ തിരിച്ചടിയായി നിൽക്കുന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം. ഇത് ഏത് രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാനാണ് ഇടത് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നതും വളരെ വളരെ ഗൗരവതരമായി ആലോചിക്കേണ്ടുന്ന, പരിശോധിക്കപ്പെടേണ്ടുന്ന ഒരു വിഷയം കൂടിയാണ്. പക്ഷേ ഏറ്റവും ഒടുവിൽ പറയാൻ സാധിക്കുക PM ശ്രീയിലെ വിവാദം കേരളത്തിൽ കെട്ടടങ്ങുന്നില്ല എന്നാണ്. വലിയൊരു പദ്ധതി, വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ സ്കൂളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വലിയൊരു പദ്ധതി രാഷ്ട്രീയത്തിന്റെ പേരിൽ ഈ രീതിയിൽ മാറ്റി നിർത്തുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം കൂടി കേരള ജനത ഏറ്റവും ഒടുവിൽ ഈ സർക്കാരിന് മുന്നിലേക്ക് വയ്ക്കുന്നു. വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സർ.